എന്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വ്യൂസ് കൂട്ടുന്നുണ്ടല്ലോ, ഒത്തിരി സന്തോഷം. ഞാൻ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടാണ്, അവരോട് രേണുവിനെ ഞങ്ങളെ ശ്രദ്ധിക്കാനും ഞങ്ങൾക്ക് നൽകിയതും അവരാണ്. അപ്പൊ അവർക്ക് വലിയ താങ്ക്സ്. നമസ്കാരം. രേണു സുധി, നിങ്ങൾ വിചാരിക്കും ഇവരെന്താ വേറെ പണിയില്ലേ ആ പെണ്ണിനെ ബാക്കിൽ നടന്ന് ചുമ്മാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്, എന്തിനിങ്ങനെ വിമർശിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വിമർശനം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഈ നെഗറ്റീവ് കമന്റ് കൊണ്ട് രേണുവിന് എന്തെങ്കിലും നല്ലത് വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. രേണു തന്നെ പറയുന്നുണ്ട് നെഗറ്റീവ് കമന്റ് നിർത്തരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് എന്റെ ഉയർച്ച അവിടെ ആണ് എന്നാണ് രേണു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിർത്താത്തത്. ഇപ്പൊ വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകളൊക്കെ എല്ലാവർക്കും ഒരു വളരെ നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം രേണു സുധിയുടെ പുതിയ പിന്നെ സിനിമ റിലീസാവാൻ പോകുന്നു. രേണു സുധിക്ക് സിനിമയിൽ അവസരം കിട്ടി, അതും നായികയായി തന്നെ അവസരം കിട്ടി എന്നുള്ളതാണ്. കള്ളം പറയുകയല്ല, സത്യമാണ്. ദയാവധം എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ടാണ് രേണു സുധി പിന്നെ അഭിനയിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെ ഈ പറയുന്ന രേണുവിനെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തു അതും കൂടി നിങ്ങൾ അറിയണം. അതിനു മുമ്പ് ആദ്യം നമുക്ക് വേണ്ടിയിട്ട് പിന്നീട് കുറച്ചു മുമ്പ് ഇന്ന് രാവിലെ രേണു വരുംകാല സെലിബ്രിറ്റി രേണു ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അത് ആദ്യം നമുക്കൊന്ന് കാണാം. ഓക്കെ. ഹായ്, നമസ്കാരം. ഞാൻ രേണു സുധിയാണ്. അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അതെന്തൊരു ചോദ്യം, ആർക്കറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. ഓക്കെ. കുറ്റം പറയാനാണെങ്കിലും അറിയാലോ. സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി, കുറ്റം പറയുന്നവർക്ക് നന്ദി. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ, ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടു യൂട്യൂബിൽ. എൻ്റെ കണ്ടന്റ്, എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ കുറേ പേര് ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ, വേറൊന്നുമല്ല. അവരുടെ ഒരുപാട് സന്തോഷമാണ്, മനസ്സിലായ? അവരുടെ പേര് പറഞ്ഞു കുറ്റം പറഞ്ഞു ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവരോടൊക്കെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വ്യൂസ് കൂട്ടുന്നുണ്ടല്ലോ, ഒത്തിരി സന്തോഷം. ഞാൻ കാരണം അങ്ങനെങ്കിലും ഒരു നിങ്ങൾക്ക് ഉണ്ടായല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ, കാരണം നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത്. സോ എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നുമില്ല കേട്ടോ. ഞാൻ ആരെയും വിട്ടിട്ട്, എൻ്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല. എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല. എനിക്ക് ഇൻസ്റ്റയിൽ തൊട്ട് വരുമാനവും വരുന്നില്ല. അത് അറിയാവുന്നവർക്കറിയാം. എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല. ഞാനിപ്പം ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുണ്ട് കേട്ടോ, അവരൊക്കെ താങ്ക്സ്. ശരി, സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾക്ക് താങ്ക്സ്, മറ്റുള്ളവർക്ക് വിമർശനമാണ്. അതായത് രേണു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, എന്നെ കൊണ്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. അതായത് എന്നെ പോലുള്ള, നമ്മളെ പോലുള്ള പിന്നീട് റിയാക്ഷൻ ചാനലുകൾ രേണുവിന്റെ ഫോട്ടോ വെച്ച് ജീവിച്ചു പോകുന്നുണ്ടല്ലോ. അതിൽ വളരെ വളരെ താങ്ക്സ്. അവളെ കൊണ്ട് കുറെ റീച്ച് കിട്ടുന്നുണ്ട്, കുറെ പണം സമ്പാദിക്കുന്നു. അവര് പിന്നീട് അന്നം കഴിച്ചു പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ് രേണു പറഞ്ഞത്. വളരെ സത്യമാണ്. കുറച്ച് അന്നം രേണുവിനെ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ രേണു ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകാരെല്ലാം പിച്ച തെണ്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. സത്യം, പിച്ച തെണ്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ റിയാക്ഷൻ ചാനലുകാരുടെ ഒരു അന്നദാതാവായിട്ട് എന്തായാലും രേണു അവതരിച്ചതിൽ വളരെ വളരെ നന്ദിയുണ്ട്. അപ്പൊ പറയുന്നു, നിങ്ങളുടെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇനി ഇടണം എന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് അറിയണ്ടേ? പക്ഷെ രേണു സുധി പറയുന്നതനുസരിച്ച് ഈ പറയുന്ന റിയാക്ഷൻ ചാനൽ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം രേണു സുധിയെ കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇനി രേണു സുധിയുടെ പുതിയ സിനിമയായ പിന്നെ ദയാവധം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ ഡയറക്ടർ രേണു സുധിയെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത് എന്നുള്ള കേസ് പറയുന്നുണ്ട്. അതും കൂടി നമുക്ക് ഇവിടെ ഞാൻ വെക്കാം, കേട്ടോണേ. ോട് പറയാനുള്ളത്, ആദ്യം പറയാനുള്ളത് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടാണ്, അവരോട് രേണുവിനെ ഞങ്ങളെ ശ്രദ്ധിക്കാനും ഞങ്ങൾക്ക് നൽകിയതും അവരാണ്. അപ്പൊ അവർക്ക് വലിയ താങ്ക്സ്. ഒന്നത്. പിന്നെ അവരൊക്കെ വളരെ ദയനീയമായി വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണിത്. വളരെ ദയനീയമായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ തന്നെ ദയാവധത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു രസം കൂടി ഇതിനുണ്ട്. അപ്പൊ എല്ലാരും ഈ പറഞ്ഞ പോലെ സിനിമയെ ശ്രദ്ധിക്കണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങള് ഒരു സിനിമയെ നൽകുകയാണ്. കണ്ടോ, ഇപ്പൊ ആരാണ് മറ്റുള്ളവരുടെ പിന്നെ ദയ മൂലം കഴിയുന്നത്? രേണുവിന് ഇപ്പോൾ ഈ ഒരു പടം കിട്ടാനുള്ള അവസരം പോലും നൽകിയത്
നമ്മളെ പോലുള്ള റിയാക്ഷൻ ചാനലുകൾ താങ്കളെ വിമർശിച്ചത് കൊണ്ടും താങ്കൾക്ക് വന്ന നെഗറ്റീവ് കമന്റ് ഇട്ടത് കൊണ്ടാണ് രേണുവിനെ ശ്രദ്ധിക്കപ്പെട്ടത് എന്നാ പറയുന്നത്. രേണു എങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത്? നമ്മളെ പോലുള്ളവർ വീഡിയോ ഇട്ടത്. അപ്പൊ മനസ്സിലപ്പോ ആരുടെ ചെലവിനാണ്, ആരുടെ ദയയിലാണ്, ആരാണ് കഴിയുന്നത്? ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ നമ്മളൊന്നും വീഡിയോ ഇടായിരുന്നെങ്കിൽ, ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന നമ്മൾ എന്ന് വീഡിയോ ഇടക്കം നിർത്തുന്നു, ഈ റിയാക്ഷൻ ചാനലിൽ എന്ന് വീഡിയോ ഇടക്കം നിർത്തുന്നു, എന്ന് നെഗറ്റീവ് കമന്റ് ഇടക്കം നിർത്തുന്നു, രേണു സുധി വട്ടപൂജ്യമാവും. വട്ടപൂജ്യം. ഇപ്പോ ഈ ഫിലിമിനുള്ള അവസരം കിട്ടിയത് പോലും എന്നാണ് ഈ നെഗറ്റീവ് കമന്റുകളാണ്. ഇത്രയും ഹ്യൂജായിട്ട് വരുന്ന നെഗറ്റീവ് കമന്റുകളും റിയാക്ഷൻ ചാനലുകൾ താങ്കളെ എടുത്ത് ഇങ്ങനെ വധിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ഒരു നെഗറ്റീവ് കമന്റ് കൊണ്ടും ഈ ഒരു റിയാക്ഷൻ ചാനലുകൾ താങ്കളെ വിമർശിച്ചത് കൊണ്ടും താങ്കൾക്കൊരു ഭാവി ഉണ്ടായല്ലോ. അത് എന്നും സ്മരണയിലിരിക്കണം, അതെന്നും ഓർമ്മയിരിക്കട്ടെ. ഈ ഇന്റർവ്യൂവിൽ തന്നെ രേണു പറയുന്നുണ്ട് ഇനിയിപ്പോ അവർ നെഗറ്റീവ് കമന്റ് ഇടക്കം നിർത്തുമെന്ന്. കാരണം എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് അറിഞ്ഞ് നെഗറ്റീവ് കമന്റ് ഇട്ടത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്നവർ നിർത്തും. ഞാൻ ഒരിക്കലും നിർത്തത്തില്ല എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായാലും ചീത്തയായാലും നമ്മൾ പറയും. നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ പറ്റി എനിക്ക് അറിയത്തില്ല. പിന്നെ രേണു നല്ലതാണ് ചെയ്യുന്നെങ്കിൽ നല്ലത് തന്നെ ചെയ്യും. കാരണം രേണുവിന് ഒരു നമ്മുടെ നെഗറ്റിവിറ്റി കൊണ്ട്, നമ്മുടെ വിമർശനം കൊണ്ട് രേണുവിന് ഒരു ഭാവി ഉണ്ടാകുമെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്ന് ആർക്കെങ്കിലും പാവം ജീവിച്ചു പോട്ടെ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടന്റുകൾ തന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇടും. പിന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് മൈൻഡ് ഇല്ലാതെ വന്ന ആൾക്കാർക്ക് അങ്ങ് മടുത്തു തുടങ്ങി കഴിഞ്ഞാൽ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നൊക്കെ വിചാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചിരുന്ന കാര്യമില്ല. പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ല, അത് നെഗറ്റിവിറ്റി ആയാലും ഈ പറഞ്ഞ ചിലപ്പോൾ പോസിറ്റിവിറ്റിയിൽ കൂടെ ആയിരിക്കും ചിലവർ ഫേമസ് ആവുന്നത്, ചിലർ ഇതുപോലെ വൃത്തികെട്ട നെഗറ്റിവിറ്റിയിലൂടെ ആയിരിക്കും ഫേമസ് ആവുന്നത്. ഇപ്പൊ നിന്ന് ഒരു കാര്യം മനസ്സിലായി, രേണു സുധിക്ക് ഇഷ്ടം നെഗറ്റിവിറ്റിയാണ്. എന്തുമാത്രം നെഗറ്റിവിറ്റി വരാൻ പറ്റുമോ അത്രയും നെഗറ്റിവിറ്റി വേണം. നമ്മൾ പല വീഡിയോസായി പറയുന്നു, രേണു സുധി ഫേമസ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആർക്ക് വേണ്ടത്? നമ്മുടെ രേണുവിന് വേണ്ടത്. രേണു സുധി എന്ന് പറയാൻ എനിക്കിപ്പോ മടിയുണ്ട്, രേണു എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോഴും രേണു സുധി എന്ന് പറഞ്ഞ പേര് അതിലോട്ട് കയറി വരുന്നു, ക്ഷമിക്കുക. അപ്പൊ രേണുവിന് അതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് വേണ്ടത് എന്ന് രേണു സുധി തീരുമാനിക്കുന്നത്. അതിന്റെ ഫലം എന്തായാലും രേണുവിനുണ്ടായി. ഈ പറയുന്ന ദയാവധം എന്ന് പറയുന്ന സിനിമയിൽ മെയിൻ റോൾ എന്നാണ് ഈ പറയുന്ന പുള്ളി പറയുന്നത്. അതുപോലെ എന്തോ പിന്നീട് ഏതോ ഒരു എന്താ പറയുന്നത്, ഒരു മരണ വീട്ടിൽ ഉണ്ണിയപ്പം വിൽക്കാൻ വരുന്ന ഒരു പാവം സ്ത്രീ ആയിട്ടാണ് രേണു അഭിനയിച്ച് തള്ളുന്നത്. അതായത് മരണ വീട്ടിൽ ഉണ്ണിയപ്പം വിൽക്കാൻ വരുന്ന രേണു സുധി. വെരി ഗുഡ്. ആ തീം എന്തായാലും കൊള്ളാം. അത് എങ്ങനെയാണ് അവരെ ചിത്രീകരിക്കാൻ, എന്തായാലും മരണ വീട്ടിലെ ആൾക്കാർ വിളിച്ചും കൂവിയിരിക്കുമ്പോൾ രേണു സുധി അവിടെ ഉണ്ണിയപ്പം വിൽക്കാൻ വരികയാണ്. തന്റെ ജീവിതം എന്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ജീവിത പ്രാരാബ്ധം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, രേണു അവിടെ ഉണ്ണിയപ്പം വിൽക്കാൻ വരുന്ന ഒരു നായിക കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നെഗറ്റിവിറ്റിയൊക്കെ കൊണ്ട്, നമ്മുടെ ഈ പറയുന്ന വിമർശനങ്ങളെ കൊണ്ട് താങ്കൾക്കൊരു ജീവിതം കിട്ടിയല്ലോ. ഇനി താങ്കൾ പറയൂ, താങ്കളുടെ ചെലവിലാണ് നമ്മൾ കഴിയുന്നത്. താങ്കൾ ഇല്ലെങ്കിൽ വേറെ പലരും വരും. ഇതുപോലുള്ള ഉടായ്പും വേലയായിട്ട് പലരും വരും. ചിലവർ നല്ലതായിട്ട് വരും. നല്ലവരെ നല്ലതെന്നും ചീത്തയെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മിക്കവാറും നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ റിയാക്ഷൻ ചാനലുകൾ ചെയ്തത്. താങ്കളെ നല്ലത് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇട്ട 99.9% യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ റിയാക്ഷൻ ചാനലുകാരും താങ്കളെ നല്ലത് പറഞ്ഞു തന്നെയാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. താങ്കൾ അങ്ങനെയെങ്കിലും ഉന്നതിയിലേക്ക് വരട്ടെ എന്ന് കരുതി. പിന്നെ അതിനുശേഷം താങ്കളുടെ ആ ഒരു സ്വഭാവ രീതി, താങ്കളുടെ അഹങ്കാരം, താങ്കളുടെ വസ്ത്രധാരണം, താങ്കളുടെ പിന്നെ ആറ്റിറ്റ്യൂഡ് എല്ലാം കണ്ട് താങ്കൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ താങ്കൾ കുറച്ചിട്ട് അഹങ്കാരം കൂടിപ്പോയി, താങ്കൾ കഴിവിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്നത് വിമർശിക്കുന്നു. ഇനി നാളെ ഇതൊക്കെ മാറ്റി നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയും, അതിന് മാറ്റമില്ല. എന്തായാലും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്.